ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Kdenlive എങ്ങനെയാണ് ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട് കൊടുക്കുന്നതെന്നാണ്. വീഡിയോ ഫയലിനും ഓഡിയോ ഫയലിനും ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വീഡിയോ എടുത്തു വച്ചിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സൗണ്ടും നല്ല ക്ലിയറിൽ തന്നെ, വോയിസ് നല്ല ഹൈ വോയിസിൽ തന്നെ ഇതിൻ്റെ സൗണ്ടും വരുന്നുണ്ട്. അതേപോലെ വീഡിയോയും നല്ല ക്ലിയറിൽ തന്നെയാണ് സ്റ്റാർട്ട് ആവുന്നത്. ഇനി ഇതിന് എങ്ങനെയാണ് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എന്നിവ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ എൻഡ് ഭാഗവും ഒന്ന് നോക്കാം. പെട്ടെന്നാണ് അത് എൻഡ് ഭാഗം ക്ലോസ് ആവുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. Kdenlive ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ വീഡിയോ ആഡ് ചെയ്യുന്നു. ഇനി ആ വീഡിയോ ഇതിൻ്റെ ടൈം ലൈനിലേക്ക് വലിച്ചിടുന്നു. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്ലൈ ആവുന്നുണ്ട്. ഞാൻ സ്റ്റോപ്പ് അടിക്കുന്നു. അതിനുശേഷം വീഡിയോ ഫെയ്ഡ് ഇൻ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയുടെ ഇതേപോലെ മുകൾ ഭാഗത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഐക്കൺ ഇതായി വരുന്നത്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിൽ കാണാൻ പറ്റും ഫെയ്ഡ് ഇൻ എന്ന്. ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്യൂറേഷൻ, അത് ഫെയ്ഡ് ഇന്നിൻ്റെ ഡ്യൂറേഷനാണ്. ഞാൻ ഇവിടെ അത് കറക്റ്റ് ആക്കുന്നതിന് വേണ്ടി 3 എന്ന് അടിച്ച് 00 കൊടുക്കുന്നു. 3. ഓക്കെ, ഇനി ഫെയ്ഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി അതേപോലെ തന്നെ ഇവിടെ വന്ന് ഇതുപോലെ ചെയ്യുക. ഇതും അതേപോലെ തന്നെ 3 അടിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കാം. ഇപ്പോൾ ഇവിടെ 5 സെക്കൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ 5 ആക്കിയതിന് ശേഷം 0 കൊടുക്കുക. ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഇപ്പോൾ കണ്ട, നിങ്ങൾ സ്റ്റാർട്ട് ആകുമ്പോൾ കുറച്ച് മങ്ങി അതിൽ നിന്നും നല്ല ക്ലാരിറ്റിയിലേക്കാണ് വരുന്നത്. ഞാൻ സ്റ്റോപ്പ് അടിക്കുന്നു. ഇനി വോയിസും അതേപോലെ തന്നെ വോയിസിൻ്റെ പോർഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്യുക, സെലക്ട് ചെയ്യുക. 3 കൊടുക്കുന്നു. 0 ഓക്കെ കൊടുക്കുന്നു. ഫെയ്ഡ് ഔട്ടിന് വേണ്ടി അതേപോലെ തന്നെ ഇവിടെ 5 കൊടുക്കാം നമുക്ക്. 0500. ഇനി അത് നോക്കാം. ഇപ്പോഴും വോയിസ് ലോ വോയിസിൽ നിന്നും ഹൈ വോയിസിലേക്ക് വരുന്നത് കാണാൻ പറ്റും. ഞാനിത് ഇവിടെ നിന്നും സ്റ്റോപ്പ് അടിച്ചിരുന്നു, റെൻഡർ ചെയ്യുന്നു. റെൻഡർ ചെയ്തതിന് ശേഷം നമുക്ക് അത് കേട്ട് നോക്കാം. ജസ്റ്റ് ഒരു പേര് കൊടുത്ത് റെൻഡർ ചെയ്യുന്നു. ഇനി ഞാൻ റെൻഡർ ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും വീഡിയോ കാണിക്കുക. ഇപ്പോൾ ഇതാ വീഡിയോ റെൻഡറായി കഴിയാറായിട്ടുണ്ട്. ഇതാ വീഡിയോ റെൻഡറായി കഴിഞ്ഞു. ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നില്ല. ആ വീഡിയോ നമ്മുടെ ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഈ ഫോൾഡറിലേക്ക് തന്നെ കോപ്പി ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഇവിടെ കാണിക്കാം. ഇത് ബ്ലാക്കിൽ നിന്നും ലൈറ്റായിട്ട് അതിൻ്റെ ഹൈ കളറിലേക്ക് വരികയാണ്. ഇനി ഇതിൻ്റെ എൻ്റെ ഭാഗം കൂടെ ഒന്ന് നോക്കാം. സൗണ്ടും അതേപോലെ തന്നെ ലോ സൗണ്ടിൽ നിന്നും അതിൻ്റെ ഹൈ സൗണ്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും. ഇതിൻ്റെ എൻഡ് അതിൻ്റെ ഡാർക്കിലേക്ക് കുറച്ച് മങ്ങി പോകുന്നതും കാണാൻ പറ്റും. സൗണ്ടും അതേപോലെ തന്നെ കുറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും.
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നമ്മൾ ഓൾറെഡി പ്ലേ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഫേഡ് ഇൻ ആൻഡ് ഫേഡ് ഔട്ട് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.